ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി 6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു 5 പാളയംകോടൻ പഴം, അത് രണ്ടും ഞാനിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ടൊന്നും അരയ്ക്കേണ്ട, കുറച്ച് തരി ഉണ്ടാവണം. അങ്ങനെ തരിയുള്ള രീതിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു 5 അച്ച് ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര നീര് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മളിതിനെ 8 മണിക്കൂർ അങ്ങോട്ട് മാറ്റി വെക്കണം. എന്നാലത് നന്നായിട്ട് പുളിച്ച് പൊന്തി വരുള്ളൂ. അപ്പോഴാണ് ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് കിട്ടുക. ഇപ്പം 8 മണിക്കൂർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 9 മണിക്കൂർ പുറത്തായിട്ടുണ്ട്. ഞാൻ രാവിലെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് കുറച്ച് നാളികേരം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും എള്ളും കൂടി നെയ്യിൽ വറുത്തിട്ട് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നാളികേരമൊക്കെ വറുത്തെടുത്ത നെയ്യ് ബാലൻസ് ഉണ്ടായിരുന്നു, അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനോടൊപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരണം നന്നായിട്ട്. അപ്പോഴേക്കും നമുക്ക് ഒരു കൂട്ടം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഏലക്കായ പൊടിച്ചതാണ്, അതും കൂടി ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ മേടിച്ചാൽ മതിട്ടോ മക്കളെ. എൻ്റെ ഈ ചട്ടി ഉണ്ടല്ലോ, നമ്മൾക്ക് ഇത് മറച്ചിടാൻ ഭയങ്കര പാടാണ്. ഒട്ടിപ്പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പം മേടിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നോൺ സ്റ്റിക്കായിരിക്കും നല്ലത്. ഞാനതിൽ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മറച്ചിടാൻ പറ്റുന്നുണ്ട്. മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മറച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ കുറേ കുത്തിളക്കിയിട്ടാണ് മറച്ചിട്ടിട്ടുള്ളത്, അത് ഇതിൽ കാണിച്ചിട്ടില്ല. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കണ കുറേ റെസിപ്പികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല മക്കളെ, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇതൊരു രക്ഷയില്ല. മറച്ചിട്ടതിന് ശേഷം 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്തു. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.